തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയം വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകും. ICCയുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിന്റെ എല്ലാ സാധ്യതകളും ICC തേടിയതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. അടുത്ത മാസം 30-നാണ് ലോകകപ്പ് ആരംഭിക്കുന്നത്. അടുത്ത മാസം 30-ാം തീയതിയാണ് ലോകകപ്പിന് തുടക്കമാകുന്നത്. മറ്റൊരു അന്താരാഷ്ട്ര മത്സരത്തിനു കൂടി കാര്യവട്ടം വേദിയാകുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും എടുത്തു പറയേണ്ടതുണ്ട്. കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിന്റെ എല്ലാ സാധ്യതകളും ICC തേടിയതായി കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് അറിയിച്ചിരിക്കുന്നത്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുമ്പോൾ ലോകമൊന്നടങ്കം തന്നെ തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു ലോകകപ്പിന് കൂടി തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് വാർത്തയുടെ വിശദാംശം? അജി, ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം വരും. 2 മണിക്കൂറിനകം ഔദ്യോഗിക പ്രഖ്യാപനം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ് വേദിയാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരവാഹികളുമായിട്ട് സംസാരിക്കുമ്പോൾ അക്കാര്യത്തിനകത്ത് ഒരു 95% ധാരണയിലെത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ നൽകുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ട് ഏതാണ്ട് 2 മണിക്കൂറിനകം ICCയുടെ ഒരു അന്തിമ പ്രഖ്യാപനം കൂടി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. നിലവിൽ 5 വേദികൾ ICC നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ, അതായത് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നിശ്ചയിച്ച സമയത്ത് തന്നെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരം ഉണ്ടാകുമെന്നുള്ള തരത്തിലേക്കുള്ള ചില സൂചനകൾ, വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. അപ്പോൾ കാര്യവട്ടം സ്പോർട്സ് ഹബിനെ കൂടി ഈ വേദിയാകാൻ പരിഗണിക്കുന്നു എന്നുള്ള വിവരമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഏതാണ്ട് ഒരു 3 മാസം മുമ്പ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദികൾ നിശ്ചയിച്ചപ്പോൾ അതിൽ കാര്യവട്ടം സ്പോർട്സ് ഹബ് ഉൾപ്പെട്ടിരുന്നില്ല. ബംഗളൂരു ഇൻഡോർ ഹോൾക്കർ, കൊളംബോയിലെ ശ്രീലങ്കയിലെ കൊളംബോ പ്രേമദാസ സ്റ്റേഡിയം, ഇൻഡോറിലെ സ്റ്റേഡിയം, അങ്ങനെ തുടങ്ങിയുള്ള 5 സ്റ്റേഡിയങ്ങളിലേക്കായിരുന്നു വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ നടത്താൻ വേണ്ടി ICC തീരുമാനിച്ചിരുന്നത്. അവസാന വട്ടമാണ്, അന്ന് ഈ വേദികൾ നിശ്ചയിച്ച അവസാന വട്ടമാണ് കാര്യവട്ടം സ്പോർട്സ് ഹബിനെ ഒഴിവാക്കിയത്. എന്നാൽ ബംഗളൂരുവിൽ നമുക്കറിയാം IPLന്റെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക മത്സരങ്ങൾ, വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ നിർണായക മത്സരങ്ങൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടത്തിയാൽ അത് ഒരു സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകും എന്നുള്ള സാധ്യതകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് മത്സരങ്ങൾ, സെമി അടക്കമുള്ള മത്സരങ്ങൾ കാര്യവട്ടം സ്പോർട്സ് ഹബിലേക്ക് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആലോചന ഇപ്പോൾ ICC എടുത്തിട്ടുള്ളത്. ഇന്നലെ ICCയും അതുപോലെ തന്നെ BCC ഭാരവാഹികളും കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിരുന്നു. അതിനകത്ത് എല്ലാ സാധ്യതകളും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ICC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ മാസം 21-ന് കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസൺ തുടങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേഡിയത്തിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഫ്ലഡ് ലൈറ്റിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സാധാരണ നിലയിലാണ്. ഫ്ലഡ് ലൈറ്റ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സീറ്റുകളുടെ കാര്യത്തിനകത്തും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. സ്റ്റേഡിയത്തിനകത്ത് ഏതാണ്ട് 55,000-ലധികം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏറ്റവും കുറഞ്ഞത് 40,000